ഒരേ റാങ്കുള്ള രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ഗവൺമെന്റ് നഴ്സിംഗ് സീറ്റ് കിട്ടുന്നു, എന്നാൽ മറ്റേയാൾക്ക് കിട്ടുന്നുമില്ല. റാങ്ക് തുല്യമായിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കരുതുന്നത് ഇനി എല്ലാം ഭാഗ്യം പോലെ എന്നാണ്. എന്നാൽ അവിടെയാണ് അവർക്ക് തെറ്റുന്നത്. മികച്ച റാങ്ക് ഉണ്ടായിട്ടും അലോട്ട്മെന്റ് ലിസ്റ്റിൽ പേര് വരാത്തതിന് പിന്നിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടെക്നിക്കൽ കാരണമുണ്ട്. അലോട്ട്മെന്റിന്റെ പ്രക്രിയയിൽ സ്മാർട്ട് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് എന്നൊരു തന്ത്രമുണ്ട്. LBS കൗൺസിലിംഗിൽ ഓരോ അലോട്ട്മെന്റിന് ശേഷവും ഒഴിവ് വരുന്ന ഗവൺമെന്റ് സീറ്റുകൾ കമ്പ്യൂട്ടർ ഫില്ല് ചെയ്യുന്നത് റാങ്ക് മാത്രം നോക്കിയല്ല, ആ സമയത്ത് നിങ്ങൾ ഓപ്ഷനുകൾ എങ്ങനെ പുനഃക്രമീകരിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ്. ആദ്യഘട്ടങ്ങളിൽ ഓപ്ഷൻ കൊടുത്ത് വെറുതെ കാത്തിരിക്കുന്നവർ പിന്നിലായി പോകാൻ കാരണവും ഇതാണ്. ഈ ഒരു ചെറിയ പോയിന്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അർഹതപ്പെട്ട ഗവൺമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടിട്ട് ലക്ഷങ്ങൾ ഫീസ് നൽകി വരുന്ന പ്രൈവറ്റ് കോളേജിൽ പലരും അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഓരോ അലോട്ട്മെന്റ് ഘട്ടത്തിലും കൃത്യമായ ഇടപെടൽ നടത്തുന്നവർക്കാണ് കുറഞ്ഞ റാങ്കിൽ പോലും ഗവൺമെന്റ് കോളേജുകൾ അവസരം ലഭിക്കുന്നത്. പക്ഷെ ഒരു അലോട്ട്മെന്റ് വന്നതിന് ശേഷം കൃത്യമായി എപ്പോഴാണ് ഈ ഓപ്ഷനുകൾ മാറ്റേണ്ടതെന്ന്, നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടാതെ എങ്ങനെ ഹയർ ഓപ്ഷൻ നിലനിർത്താം, ഈ കാര്യങ്ങളാണ് അഡ്മിഷന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് പ്രോസസ്സ് ലളിതമായി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നഴ്സിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. നഴ്സിംഗ് അഡ്മിഷൻ വിവരങ്ങൾ മിസ്സാകാതിരിക്കാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.